നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യയെ രക്തരൂക്ഷിതമാക്കുക അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യയെ മുച്ചൂടും മുടിക്കുക എന്ന പ്രകടമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ഖലിസ്ഥാൻ തീവ്രവാദികൾ. കാനഡയിലെത്തിയ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം അഴിച്ചുവിടുവാനും പതിയിരുന്ന് ആക്രമിക്കുവാനും ആഹ്വാനം നൽകുകയായിരുന്നു. ഇപ്പോൾ അതാ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത കാനഡയുടെ മണ്ണിൽ പന്നു നേതൃത്വം കൊടുക്കുന്ന ഖലിസ്ഥാൻ തീവ്രവാദത്തെക്കുറിച്ചാണ്. ഇന്ത്യ വിരുദ്ധ ഘടകങ്ങൾക്ക് കാനഡ സുരക്ഷിത താവളമായി മാറിയിരിക്കുന്നു എന്ന കാര്യം കാനഡയുടെ സ്വന്തം ഇന്റലിജൻസ് സുരക്ഷ സ്ഥിരീകരിച്ചു. കാനഡയുടെ ഉന്നത ഇന്റലിജൻസ് ഏജൻസിയായ കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഖലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ധനം സമാഹരിക്കുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനും കനേഡിയൻ മണ്ണിനെ ഒരു താവളമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ആദ്യമായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാനഡയിൽ പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ഇന്ത്യ ഉന്നയിച്ച ദീർഘകാല ആശങ്കകളെ ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന വാർത്ത. 1980കളുടെ മധ്യം മുതൽ കാനഡയിൽ രാഷ്ട്രീയ പ്രേരിതമായ അക്രമ തീവ്രവാദ ഭീഷണി പ്രധാനമായും പ്രകടമായത് കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ തീവ്രവാദികൾ വഴിയാണ്. പ്രധാനമായും ഇന്ത്യയിലെ പഞ്ചാബിനുള്ളിൽ ഖലിസ്ഥാൻ എന്ന സ്വതന്ത്ര ദേശീയ രാഷ്ട്രം സൃഷ്ടിക്കാൻ അക്രമാസക്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുവാനും പിന്തുണയ്ക്കുവാനും ശ്രമിക്കുന്നു. 2023 ബ്രിട്ടീഷ് കൊളംബിയയിൽ ഖലിസ്ഥാൻ ഭീകരനായ ഹർഭജൻ സിംഗ് നിജാറിന്റെ കൊലപാതകത്തെ തുടർന്ന് ന്യൂഡൽഹിയും ഒട്ടാവയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് കനേഡിയൻ ഇന്റലിജൻസ് ഈ റിപ്പോർട്ട് പുറത്തുവന്നത്. കനേഡിയൻ അധികൃതർ കൊലപാതകത്തെ ഇന്ത്യൻ സർക്കാർ ഇടപെടലുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യ ശക്തമായി നിഷേധിക്കുകയും ചെയ്യുന്നു. ആരോപണങ്ങളെ അസംബന്ധം എന്ന് വിളിക്കുകയും കാനഡ ഇന്ത്യ വിരുദ്ധ ഘടകങ്ങൾക്ക് അഭയം നൽകുന്നുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. വടക്കേ അമേരിക്കയിലെ വ്യക്തികളെ ലക്ഷ്യം വെച്ചതുൾപ്പെടെ കാനഡയിലെ വിദേശ ഇടപെടൽ പ്രവർത്തനങ്ങളിലൂടെ ഖലിസ്ഥാൻ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനുള്ള ഇന്ത്യൻ സർക്കാർ ശ്രമങ്ങളിലേക്കും റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നുണ്ട്. പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദത്തെ പാകിസ്ഥാൻ സഹായത്തോടെ പിന്തുണയ്ക്കുന്നതാണ് പന്നുവിന്റെ രാഷ്ട്രീയം. പഞ്ചാബിൽ ഖലിസ്ഥാൻ വാദം ഉന്നയിക്കുന്ന സിഖ് ഫോർ ജസ്റ്റിസ് എന്ന തീവ്രവാദ സംഘടനയുടെ സ്ഥാപകനാണ് ഇയാൾ. ഇന്ത്യയിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതായി ആരോപിച്ച് 2020 ജൂലൈയിൽ പന്നുവിനെതിരെ ഇന്ത്യയിൽ UAPA ചുമത്തി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. എയർ ഇന്ത്യ അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് എയർ ഇന്ത്യയെ തകർക്കുമെന്ന ഭീഷണിയും ഉയർത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം അതീവ ജാഗ്രതയിൽ രാജ്യം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് അപകടം ആശങ്കയുണ്ടാക്കിയത്. 2023 പന്നു സമാനമായ രീതിയിൽ ഭീഷണി പുറപ്പെടുവിച്ചിരുന്നു. 2023 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും 2 മന്ത്രിമാരുടെയും രാഷ്ട്രീയ മരണത്തിന് ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ പേരുകളും ചിത്രങ്ങളും സഹിതം ഇന്ത്യയെ കൊല്ലുക എന്ന പോസ്റ്ററുകളും ഇറക്കിയിരുന്നു. എന്തായാലും ആൽബർട്ടയിൽ നടന്ന G7 ഉച്ചകോടിയിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ അടുത്തിടെ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിച്ചും വ്യാപാര ചർച്ചകൾ പുനരാരംഭിച്ചും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇരു നേതാക്കളും സമ്മതിച്ചു. അടിസ്ഥാന സുരക്ഷാ ആശങ്കകൾക്കിടയിലും ബന്ധം സ്ഥിരപ്പെടുത്താനുള്ള ആഗ്രഹത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്.